Hello, good morning. Today we are discussing the play The Little Clay Cart. That is a Sanskrit play and its original title Mritchakadiga in Sanskrit. Okay, and the play Mritchakadiga or Little Clay Cart is a 10-act Sanskrit drama and it is believed to be written by Shudraga, a writer, an ancient playwright who is possibly from the 5th century CE. Okay, Shudraga is the writer, and this Shudraga is considered as a Kshatriya king as well as the devotee of Shiva who lived for about 110 years. Okay, അപ്പോൾ ശൂദ്രക എന്ന് പറയുന്ന റൈറ്ററുടെ സാൻസ്ക്രിറ്റ് ഡ്രാമയാണ് മൃച്ഛകടിക. The play that is set in ancient city of Ujjaini, it was during the reign of King Palaka. അതായത് പ്ലേ നടക്കുന്നത് ആൻഷ്യൻ്റ് സിറ്റിയായ ഉജ്ജയിനിയിലാണ് ആൻഡ് ഇറ്റ് വാസ് ഡ്യൂറിങ് ദ റെയിൻ, അതായത് ഭരണം ആരുടെ, കിങ് പാലക. ആൻഡ് ദ ടൈം വാസ് ദ എൻഡ് ഓഫ് ദി പ്രതോദ്യ ഡൈനാസ്റ്റി. ഓക്കെ, and here the play, the central story is about a man who was an impoverished or a poor Brahmin, young Brahmin whose name was Charudatta. Okay, here the word Caruttatta that was pronounced as Charudatta in Sanskrit, and this person who is a Brahmin and who falls in love with a wealthy courtesan. Okay, and her name is Vasantasena. അതായത് കൊട്ടാരത്തിലുള്ള ഒരു പെണ്ണുമായിട്ട് എന്ത് ചെയ്യാൻ, കേർട്സിയൻ എന്നാണ്, ദാസി എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, ആൻഡ് ഹെർ നെയിം വാസ് വസന്തസേന. അവളുടെയും ചാരുദത്തയുടെയും ഒരു ലവ് സ്റ്റോറിയാണ് ദിസ് സ്റ്റോറി. ആൻഡ് ഇൻ ദെയർ lives and in their love and their life is threatened by a man, a vulgar courtier whose name is Samstanaga, who is also known as Shekara. Okay, and the story is about their love and their life and the threat of this Samstanaga. Okay, the major character Charudatta, a young Brahmin, Vasantasena, a courtesan in love with Charudatta, then Maitreya, a poor Brahmin, Charudatta's friend, and these characters, most of the characters' name is somewhat difficult, and as it is written in Sanskrit. Okay, then Vadhamanaga is a servant in Charudatta's house. Then Rataniga is a maid in Charudatta's house. Rataniga എന്ന് പറഞ്ഞാൽ ചാരുദത്തയുടെ വീട്ടിലുള്ള മെയ്ഡാണ്. വർദ്ധമാനക എന്ന് പറഞ്ഞാൽ ചാരുദത്തയുടെ വീട്ടിലുള്ള സെർവൻ്റാണ്. ദെൻ ദുത്ത ഈസ് എ വൈഫ് ഓഫ് ചാരുദത്ത. ചാരുദത്ത ഈസ് എ മാരീഡ് മാൻ. ഓക്കെ, ആൻഡ് ഹി ഹാസ് എ സൺ ഹുസ് നെയിം ഈസ് റോഹസേന. ഓക്കെ, റോഹസേന ഈസ് ദ നെയിം ഓഫ് ചാരുദത്താസ് സൺ. Then Vita is a courtier in service of Vasantasena. Okay, Vita. Then Matanika is Vasantasena's maid servant, Medanika, and also she is a confident partner of Vasantasena. Then mother of Vasantasena. പിന്നെ വരുന്നത് പൂരക ആൻഡ് കുംഭിലക വസന്തസേനയുടെ സെർവൻസ് ആണ്. പിന്നെ ബസ്റ്റാർഡ്സ് ഉണ്ട്, കിങ് പാലകയുണ്ട്. ദെൻ സംസ്ഥാനക എന്ന് പറഞ്ഞാൽ ഹീസ് ദ എനിമി ഓർ ദി വില്ലൻ ഇൻ ദിസ് സ്റ്റോറി ആൻഡ് ഹീ ഈസ് ദ ബ്രദർ ടു വൺസ് കിങ്സ്. ഓക്കെ, അതായത് കിങ്സ് പാലക ഈസ് ഡെ ബ്രദർ ആണ് സംസ്ഥാനക. ദെൻ വിത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വസന്തസേനയുടെ കോർട്ടിയറാണ്. പിന്നെ സ്ഥാവരക സംസ്ഥാനകയുടെ സെർവൻ്റാണ്. ആര്യക എ ഹേർഡ്സ്മാൻ ആണ്. പിന്നെ
പിന്നെ ആരാണ് ദെൻ സാർബിലഗ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഹു ഇസ് എ ബ്രാഹ്മിൻ ഹു ബിക്കെയിം എ തീഫ് ടു ഫ്രീ ഹിസ് ലവ് മദനിക. അതായത് മദനികയുടെ ലവറാണ്. ആൻഡ് ഓൾസോ ഹി ബിക്കംസ് എ തീഫ് ഇൻ ഓർഡർ ടു ഫ്രീ മദനിക ഫ്രം വസന്തസേന. ദെൻ മാതുര എ ഗാംബ്ലിംഗ് മാസ്റ്റർ. ദെൻ ദ്രദുക എ ഗാംബ്ലർ, ദ ഫ്രണ്ട് ടു സാർവിലഗ. ദെൻ വീരക ആൻഡ് ചന്ദ്രനഗ എ ക്യാപ്റ്റൻ ഓഫ് സിവിൽ ഗാർഡ്. ഓക്കെ, പിന്നെ അതിൽ ജഡ്ജ്, സ്ക്രൈബ്, സിറ്റീസൺ, സ്ലേവ്സ്, അങ്ങനെ കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ദ ഡ്രാമ ദ മൃച്ചകടിക ഇസ് എ ഫൈൻ ലവ് സ്റ്റോറി ഓഫ് എ വർത്തി ബ്രാഹ്മിൻ ചാരുദത്ത ആൻഡ് ഹെർ കാൺസിയൻ വസന്തസേന. And this Vasantasena was a rich lady. Charudatta was once a rich. Okay, and he became poor because he helped the poor and needy. Okay, Vasantasena rich woman ആണ്. ചാരുദത്തയും റിച്ച് ആയിരുന്നു, പക്ഷേ അയാൾ എല്ലാവരെയും സഹായിച്ച് he becomes a poor man. He was accompanied by his friend Maitreya in this difficult time. അദ്ദേഹത്തിൻ്റെ ഡിഫിക്കൽട്ട് ടൈമിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടാളി എന്ന് പറയുന്നത് മൈത്രേയ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്. ഹിസ് വൈഫ് ദുത ആൻഡ് സൺ റോഹസേന, ദേ വെർ ഓൾസോ ലിവ്ഡ് അലോങ് വിത്ത് ഹിം. ഓക്കെ, അയാൾക്കൊരു ഭാര്യയുണ്ട്, ദുത്ത എന്നാണ് പേര്. ഒരു റോഹസേന എന്ന് പറയുന്ന മകനുമുണ്ട്. ഹി വാസ് റൈറ്റിയസ്, വെർച്വസ് ആൻഡ് കൈൻഡ് ഹാർട്ടഡ് മാൻ. നമ്മുടെ ചാരുദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കനും അല്ലെ സത്യസന്ധനുമായിരുന്നു ചാരുദത്ത. ആൻഡ് ഹി വാസ് ഹെൽപ്ഡ് ബൈ എ ഫീമെയിൽ അറ്റൻഡ് ഹൂർ നെയിം ഈസ് രതനിക. രതനിക എന്ന് പറയുന്ന ഒരു ഫീമെയിൽ അറ്റൻഡും അയാൾക്കുണ്ട്. In the opening act, the dramatist has introduced all the prominent characters. Vasantasena was running on the highway. ഇവിടെ നമ്മൾ സ്റ്റോറി കാണുന്നത് വസന്തസേന ഓടി വരികയാണ്. എന്നിട്ടോ ബിക്കോസ് ഷി വാസ് പെർസ്യൂഡ് ബൈ സാഗര, അതായത് ശേഖര എന്ന് പറയുന്ന അല്ലെ സംസ്ഥാനക എന്ന് പറയുന്ന ആൾ അവളെ പിന്തുടരുന്നത് കൊണ്ട് തന്നെ അവൾ ഓടുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ഹി വാണ്ടഡ് ടു പൊസസ് ഹെർ ബൈ ഫോഴ്സ്. അവളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, തൻ്റെതാക്കാൻ വേണ്ടി, ഫോഴ്സിലൂടെ തൻ്റെതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ശേഖര അല്ലെങ്കിൽ സംസ്ഥാനക എന്ന് പറയുന്ന ആൾ. ഷി എൻറ്റേർഡ് ഇൻ ടു ദ ഹൗസ് ഓഫ് ചാരുദത്ത. അങ്ങനെ അവൾ ഓടി ആരുടെ വീട്ടിലെത്താണ്? ചാരുദത്തയുടെ വീട്ടിലെത്തുകയാണ്. ശാകര അലോങ് വിത്ത് ഹിസ് 2 ഫോളോവേഴ്സ് റൈഡഡ് ദ ഹൗസ് ഓഫ് ചാരുദത്ത. അങ്ങനെ ശാകരയും ദെൻ അയാളുടെ 2 കൂട്ടാളികളും ആരുടെ വീട്ടിലേക്ക് എത്തി? ചാരുദത്തയുടെ വീട്ടിലേക്ക് വരികയാണ്. ദ നൈറ്റ് വാസ് ഡാർക്ക്, ദർ വാസ് നോ ലൈറ്റ് ഇൻ ദ ഹൗസ് ഓഫ് ചാരുദത്ത. ശാകര ഫെയിൽ ടു ഗെറ്റ് വസന്തസേന. അതായത് അവിടെ റെയ്ഡ് നടത്തിയെങ്കിലും അവിടെ അവർക്ക് ആരെ കാണാൻ പറ്റിയില്ല? വസന്തസേനയെ. കാരണം വീട്ടിൽ നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ സാഗര ഫെയിൽ ടു ഗെറ്റ് ആൻഡ് ഹി ഫിസിക്കലി മോൾഡ് രതനിക തിങ്കിങ് ഹെർ വസന്തസേന ആൻഡ് ഹി പുൾഡ് ഹെർ ഹെയർ. അപ്പോൾ എന്ത് ചെയ്തു? അവന് രതനികയാണ് പോയി പിടിക്കുന്നത് ഇരുട്ടത്ത്, വസന്തസേനയാണെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്തു? നോക്കുമ്പോൾ അതാരായിരുന്നു? രതനിക എന്ന് പറയുന്ന നമ്മുടെ ചാരുദത്തയുടെ മെയ്ഡായിരുന്നു. ഓക്കെ, പിന്നെ അങ്ങനെ എന്ത് ചെയ്തു? അത് ആർക്ക് ദേഷ്യം ഉണ്ടാക്കുകയാണ് ഈ ഒരു കാര്യം? മൈത്രേയക്ക്. അതുകൊണ്ട് തന്നെ അവിടുന്ന് മൈത്രേയ എന്ന് പറയുന്നത് നമ്മുടെ ചാരുദത്തയുടെ ഫ്രണ്ടാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഒരു വുഡൻ സ്റ്റാഫ് കൊണ്ട് ആരെ അറ്റാക്കിയിരുന്നു? ശേഖരയെ. അങ്ങനെ എല്ലാവരും അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ആരെ കിട്ടാതെ? വസന്തസേനയെ കിട്ടാതെ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ നടന്നു. അങ്ങനെ അവർ പോയതിനു ശേഷം വസന്തസേന കെയിം ഔട്ട്. ചാരുദത്ത ടോൾഡ് വസന്തസേന പുട്ട് വാം ക്ലോത്ത് ഓൺ റോഹസേന തിങ്കിങ് ഹെർ രതനിക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ആര് പോയി? അയാൾ പുറത്ത്, അവർ 3 പേരും ഇവളെ അന്വേഷിച്ച് പോവാണ്. അപ്പോൾ ചാരുദത്ത വന്നിട്ട് അവളോട് പറയുകയാണ് ടു പുട്ട് വാം ക്ലോത്ത് ഓൺ റോഹസേന തിങ്കിങ് ഹെർ രതനിക വിച്ച് ഷീ ഡിഡ് നോട്ട് ഡു. ചാരുദത്ത വാസ് ഡ്രസ്ഡ് വിത്ത് ഹിസ് പോവേർട്ടി. അങ്ങനെ ഡിസ്ട്രസ്ഡ്, അപ്പോൾ എന്ത് ചെയ്തു? അവളോട് പറയുകയാണ് നീ എന്ത് ചെയ്യുക? നിൻ്റെ വാം ക്ലോത്ത് ധരിച്ചോളൂ. അതായത് ഒരു വാം ക്ലോത്ത് ധരിച്ചാൽ ആരെപ്പോലെ രതനിക എന്നു വിചാരിക്കും. അതുകൊണ്ട് നീ അത് ധരിച്ച് നിൽക്കാൻ പറയാണ്. അപ്പോൾ ആ സമയത്ത് ചാരുദത്തയുടെ ഈ ഒരു പെത്തറ്റിക് കണ്ടീഷൻ, അതായത് പോവേർട്ടി കണ്ടിട്ട് ചാരുദത്തക്ക് വല്ലാത്തൊരു ഇത് തോന്നാണ്. ഹി തോട്ട് ദാറ്റ് രതനിക ഡിഡ് നോട്ട് ഒബേ ഹെർ ബട്ട് വസന്തസേന വാസ് പ്രസൻറ്റ് ദർ ഇൻ ദ പ്ലേസ് ഓഫ് രതനിക. ലേറ്റർ വസന്തസേന വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ചാരുദത്ത ബൈ മൈത്രേയ ആൻഡ് ഹിസ് ഫ്രണ്ട്. അതായത് നമ്മളവിടെ എത്തിയ ചാരുദത്ത അപ്പോൾ എന്ത് ചെയ്യണേ?
ഇവിടെ ചാരുദത്ത ഈ ഇരുട്ടത്ത് നമ്മുടെ ആരോട് പറയാണ്, വസന്തസേനയോട് രതനികയാണെന്ന് വെച്ചിട്ട് ഒരു വാം ക്ലോത്ത് ആർക്ക്, റോഹസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം അദ്ദേഹം വിചാരിച്ചു രതനിക താൻ പറയുന്നത് അനുസരിക്കുന്നില്ലെന്ന്. പക്ഷേ പിന്നെ എന്ത് ചെയ്തു, പിന്നെയാണ് നമ്മൾ കാണുന്നത് വസന്തസേനയാണ് അവിടെ ആരുടെ മുമ്പിലുള്ളത്, രതനികയ്ക്ക് പകരം ഉള്ളത് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ വസന്തസേന വാസ് പ്രസൻറ്റ് ദർ ഇൻ ദ പ്ലേസ് ആൻഡ് പിന്നെ വസന്തസേന എന്ത് ചെയ്തു, ചാരുദത്തയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് വസന്തസേനയെക്കുറിച്ച്. ആര്, നമ്മുടെ മൈത്രേയ, അയാളുടെ ഫ്രണ്ട്. ആൻഡ് ആ സമയത്ത് ചാരുദത്തയ്ക്ക് വല്ലാതെ സങ്കടം തോന്നാൻ കാരണം അയാൾ മദനികയാണെന്നുള്ള രൂപത്തിലാണ് ആരോട് പെരുമാറിയത്, വസന്തസേനയോട്. അപ്പോൾ അയാൾ സോറിയൊക്കെ പറയുകയാണ്. അപ്പോൾ വസന്തസേന പറയുകയാണ്, ഐ എൻറ്റേർഡ് ടു യുവർ ഹൗസ് വിത്തൗട്ട് യുവർ പെർമിഷൻ ആൻഡ് വസന്തസേന ഹാഡ് ഫോളൻ ഇൻ ലവ് വിത്ത് ചാരുദത്ത. അപ്പോൾ അയാളോട് പറയുന്നു, ഞാൻ നിൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ചാരുദത്ത പറയുന്നു, ഞാൻ അറിയാതെ മദനികയാണെന്ന രൂപത്തിലാണ് നിന്നോട് പെരുമാറിയത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്ത് ചെയ്തു, നൗ വസന്തസേന ഫെൽ ഇൻ ലവ് വിത്ത് ചാരുദത്ത. ആൻഡ് അങ്ങനെ അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ഫസ്റ്റ് സൈഡിൽ തന്നെ ഇഷ്ടപ്പെടുകയാണ് തമ്മിൽ. അങ്ങനെ അവരെന്ത് ചെയ്തു, to continue their future love meeting, വസന്തസേന decide to deposit her ornaments in ചാരുദത്താസ് കസ്റ്റഡി. അപ്പോൾ അവർക്ക് പിന്നെയും തമ്മിൽ കാണണമെന്ന തീരുമാനത്തിൽ വസന്തസേന പറയുകയാണ്, എൻ്റെ ഓർണമെൻറ്റ്സൊക്കെ നിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണം, സൂക്ഷിച്ച് വെക്കണമെന്ന് പറയുകയാണ്. ഇറ്റ് ബിക്കെയിം ലേറ്റ് നൈറ്റ് ആൻഡ് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് വസന്തസേന ചാരുദത്ത അക്കമ്പനീഡ് ഹെർ ടു ഹോം. അപ്പോൾ അർദ്ധരാത്രി ആയിട്ടുണ്ട്. അങ്ങനെ ചാരുദത്ത അവളുടെ ഒപ്പം എവിടത്തേക്ക് ചെല്ലുകയാണ്, അവളെ വീട്ടിലേക്ക് അവളാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആക്ട് നമ്മൾ കാണുന്നത്. സെക്കൻഡ് ആക്റ്റിൽ നമ്മൾ കാണുന്നത് അവൾ വല്ലാത്തൊരു മൂഡിലാണ്, അതായത് ഒരു ലതാച്ചിക് മൂഡിലാണുള്ളത്. ബിക്കോസ് ഷി വാസ് ലോസ്റ്റ് ഇൻ ദ വേൾഡ് ഓഫ് ഹർ ലവർ ചാരുദത്ത. ഇപ്പോൾ അവളുടെ ലവർ ചാരുദത്തയുടെ ഓർമ്മകളിലാണുള്ളത്. ഹർ വെരി ആക്ഷൻ വാസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ചാരുദത്ത. അവൾ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയുള്ളതുപോലെ ചാരുദത്തയ്ക്ക് വേണ്ടി. ഷി വാസ് നോട്ട് ഇൻ ദ മൂഡ് ടു ലീവ് ഹർ ബെഡ്. വീട്ടിലെ ബെഡിൽ നിന്ന് പോയി നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഹർ ഫീമെയിൽ അറ്റൻഡൻറ്റ് ആൻറ്റിസിപ്പേറ്റഡ് ദാറ്റ് ഹർ ലേഡി ഹാഡ് ഫോളൻ ഇൻ ലവ്. അപ്പോൾ അവളുടെ ലവർ ഫീമെയിൽ അറ്റൻഡൻറ്റ് മനസ്സിലാക്കുകയാണ് അവൾ ആരുമായി സ്നേഹത്തിലാണെന്ന്. അങ്ങനെ മദനിക ടോൾഡ് ഹർ ലേഡി ദാറ്റ് വെദർ ഷി ഹാഡ് ഫോളൻ ഇൻ ലവ് വിത്ത് സംവൺ. വസന്തസേന ടോൾഡ് ഹർ to guess the name of the man to whom she loved. മദനിക told the name of the ചാരുദത്ത. അങ്ങനെ അവളുടെ മദനിക അവളോട് ചോദിക്കുകയാണ് ആരുമായിട്ട് സ്നേഹത്തിലാണോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞു, അവളോട് ഗസ് ചെയ്യാൻ പറഞ്ഞു ആരുടെ പേരാണെന്ന്. അങ്ങനെ ചാരുദത്തയാണെന്ന് മനസ്സിലാക്കാണ്. അപ്പോൾ ബോത്ത് ലവർ ആൻഡ് ബിലവഡ് ദാറ്റ് ദേ വെർ ഇൻ ലവ്. അങ്ങനെ രണ്ടുപേരും കൺഫേം ചെയ്യപ്പെടുകയാണ് അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. ഓക്കെ, പിന്നെ സെക്കൻഡിൽ ഓൾസോ പ്രസൻസ് ഗാംബ്ലേഴ്സ്. അതിൽ ഗാംബ്ലേഴ്സിനെ കാണിക്കുന്നുണ്ട്. അവരിങ്ങനെ തമ്മിൽ ക്വാറൽ ചെയ്യുന്നതും പിന്നെ സംവാഹക എന്ന് പറയുന്ന ഒരു ഗാംബ്ലർ ഡിഫീറ്റ് ചെയ്യപ്പെടുന്ന കാര്യം ഒക്കെയാണ് അതിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് ആക്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വസന്തസേന എന്ത് ചെയ്തു, അവനെ അവിടുന്ന് ഒഴിവാക്കുന്നു. അതായത് ഈ ഗാംബ്ലർ ഡിഫീറ്റ് ചെയ്യപ്പെട്ടെങ്കിലും അയാൾ എന്ത് ചെയ്യാണ്, ഫ്രീ ആക്കുന്നു. അപ്പോൾ ആ സമയത്ത് അയാൾ എന്ത് പറയുകയാണ്, ചാരുദത്തെക്കുറിച്ച് ഒരുപാട് പ്രൈസ് ചെയ്തൊക്കെ പറയുന്നു. അത് വല്ലാത്ത സന്തോഷം തോന്നുകയാണ് ആർക്ക്, വസന്തസേനയ്ക്ക് അത് കേട്ടപ്പോൾ. അങ്ങനെ ഷീ റിക്വസ്റ്റഡ് വസന്തസേന ടു ടേക്ക് ഹിസ് സർവീസ്. വസന്തസേന ഡിഡ് നോട്ട് ടേക്ക് ഹിസ് സർവീസ്. ലേറ്റർ സംവാഹക ബിക്കം ഭിക്ഷു. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ സംവാഹക എന്ന് പറയുന്ന ആൾ, ആ ഗാംബ്ലർ അവളോട് പറയുകയാണ് എന്നെ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ സർവീസിൽ എടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ അവൾ തയ്യാറാവുന്നില്ല. പക്ഷേ അയാൾ ആരായി മാറുകയാണ്, ഒരു ഭിക്ഷുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തേർഡ് ആക്റ്റിൽ കാണുന്നത് ചാരുദത്ത ഇൻ മെറി മേക്കിംഗ് മൂഡ്. ഹി ഹാഡ് ഗോൺ ടു റഹിബ്ല അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട് മൈത്രേയ ടു എൻജോയ് ഈവനിങ്. അതായത് റഹിബ്ല എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം പോവുകയാണ്. ഹി എൻജോയ്ഡ് ദ ബ്യൂട്ടി സോങ് ഓഫ് ദ റഹിബ്ല ആൻഡ് ഹി പ്രൈസ് ദ സോങ് ഓഫ് ദ ആർട്ടിസ്റ്റ്. അവിടുന്ന് ഇങ്ങനെ പാട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ആൻഡ് മൈത്രേയ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് ദ എഫക്റ്റ് ഓഫ് വസന്തസേനാസ് ലവ് ഓൺ ചാരുദത്ത. അപ്പോൾ നമ്മുടെ മൈത്രേയ മനസ്സിലാക്കുകയാണ് നമ്മുടെ ചാരുദത്ത ലവ്
ഇൻറ്റൻസ് ലവിലാണുള്ളത് വസന്തസേനയോട്. ആൻഡ് ദേ കെയിം ലൈറ്റ് അറ്റ് നൈറ്റ് ആൻഡ് ദേ വർ ടു മച്ച് ടയേർഡ് ആൻഡ് ദേ ഹാഡ് എ സൗണ്ട് സ്ലീപ്പ്. അപ്പോൾ അവർ രാത്രിയായിരുന്നു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ. അന്ന് അവർക്ക് നല്ല ഉറക്കമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ എന്താണ് ആ സമയത്ത് അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഓർണമെൻറ്റ്സ് എന്ത് ചെയ്തു, ആരുടെ വസന്തസേനയുടെ ഓർണമെൻറ്റ്സ് കള്ളൻ എന്ത് ചെയ്യാണ് കട്ടുകൊണ്ടുപോവുകയാണ്. ആൻഡ് ദാറ്റ് തീഫ്സ് നെയിം വാസ് സാർവിലക എന്ന് പറയുന്ന ഒരു തീഫായിരുന്നു അവരുടെ ഓർണമെൻറ്റ്സ് കട്ടുകൊണ്ടുപോകുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡെപ്പോസിറ്റഡ് ബൈ വസന്തസേന ടു ചാരുദത്ത ഇൻ ഹിസ് കസ്റ്റഡി. ഓക്കെ. ആൻഡ് ചാരുദത്ത വാസ് ബിക്കം ടു മച്ച് വറീഡ്. അതായത് തൻ്റെ ഏൽപ്പിച്ച പണം അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് നഷ്ടപ്പെട്ടതിൽ അവന് വളരെ സങ്കടം തോന്നാണ്. അവസാനം ഹിസ് വൈഫ് ദുത്ത ഓഫേർഡ് ഹെർ നെക്ലേസ് ടു മൈത്രേയ. അപ്പോൾ അയാളുടെ വൈഫ്, ചാരുദത്തയുടെ വൈഫ് ദുത്ത അവളുടെ നെക്ലേസ് കൊടുത്തിട്ട് പറയുകയാണ് അവളുടെ ഓർണമെൻറ്റ്സിന് എന്ത് ചെയ്യുക, ഇത് പകരം കൊടുക്കാൻ പറയുന്നു. ഓക്കെ. ആൻഡ് ഷീ ടോൾ ഹെർ ഹസ്ബൻഡ് ഷുഡ് യൂസ് ദിസ് നെക്ലേസ് ടു ഓവർകം ദിസ് ഡിഫിക്കൽട്ട് ടൈം. അല്ലേ, അതായത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ ഇത് ഉപയോഗിച്ചാളാൻ പറഞ്ഞ് അവൾ കൊടുക്കുകയാണ്. നൗ ദ ഫോർത്ത് ആക്റ്റിൽ അനദർ ലവ് സ്റ്റോറി കാണുകയാണ്. ദ ലവ് സ്റ്റോറി ഓഫ് ഷാർവിലക. അതായത് സാർവിലക എന്ന് പറയുന്ന തീഫ് ഉണ്ടല്ലോ, അയാൾ സത്യത്തിൽ തീഫായിരുന്നില്ല. ഐ വാസ് എ പോ ബ്രാഹ്മിൻ. പക്ഷേ അയാൾ മദനിക എന്ന് പറയുന്ന ആരുടെ നമ്മുടെ വസന്തസേനയുടെ സെർവൻറ്റുമായിട്ട് എന്തായിരുന്നു, ലവ് അഫെയർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഷാർവിലക മദനിക വാസ് ഡീപ്ലി ഇൻ ലവ് വിത്ത് ഷാർവിലക. ഹി വാസ് എ പുവർ ബ്രാഹ്മിൻ. ഹി നീഡഡ് മണി ടു ഫ്രീ മദനിക. അതായത് മദനികയെ ഫ്രീ ആക്കാൻ വേണ്ടി, അതായത് സെർവൻ്റ് എന്ന പൊസിഷനിൽ നിന്ന് ഫ്രീ ആക്കാൻ വേണ്ടി കുറച്ച് പണം വേണമായിരുന്നു. അതിനു വേണ്ടിയാണ് അവൻ എന്ത് ചെയ്തത്, ഇങ്ങനെ പണം എന്ത് ചെയ്തത്, കട്ടെടുത്തത്. അങ്ങനെ അതിനു വേണ്ടി റാൻസം, നമ്മൾ പറയില്ലേ എന്ത് കൊടുക്കുക, ഒരാളെ മോചനദ്രവ്യം കൊടുക്കാൻ വേണ്ടി ആയിരുന്നു ആ ഒരു ഓർണമെൻറ്റ്സ് എടുത്തത്. അത് അയാൾ എന്ത് ചെയ്തു, വസന്തസേനക്ക് കൊടുക്കുകയാണ്. എന്തിന്, ടു ഗെറ്റ് ഹെർ റിലീസ്ഡ്. അല്ലേ, അങ്ങനെ അതിനു വേണ്ടിയാണ് ഹി കമ്മിറ്റഡ് തെഫ്റ്റ്. ഓക്കെ. ഹി ഷോഡ് ദ ഓർണമെൻറ്റ്സ് ടു മദനിക. മദനിക ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ദ ഓർണമെൻറ്റ് വെൻ സാർവിലക ടോൾ ഹെർ ടു വിയർ ഹെർ ദോസ് ഓർണമെൻറ്റ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മദനികക്ക് മനസ്സിലാകുകയാണ് ഇത് ആരുടെ ഓർണമെൻറ്റ്സ് ആണ്, നമ്മുടെ വസന്തസേനയുടെ ഓർണമെൻറ്റ്സ് ആണെന്ന്. ഷി ആസ്ക്ഡ് ദ റിയാലിറ്റി അറ്റാച്ച്ഡ് ടു ദ ഓർണമെൻറ്റ്. ഷാർവിലക അറ്റേർഡ് ദ ട്രൂത്ത്. ഹി ടോൾഡ് ദാറ്റ് ഹി ഹാഡ് കമ്മിറ്റഡ് തെഫ്റ്റ് ഫ്രം ചാരുദത്ത ഹൗസ്. അങ്ങനെ അവന് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ചാരുദത്തയുടെ വീട്ടിൽ നിന്ന് ഇതെടുത്തതാണെന്ന്. വെൻ മദനിക ഹേർഡ് ഇറ്റ് ഷീ ബിക്കെയിം അൺകോൺഷ്യസ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മദനിക അവിടെ എന്ത് ചെയ്യാണ്, അൺകോൺഷ്യസ് ആയി വീഴുകയും. അപ്പോൾ ഇത് കേട്ട വസന്തസേനയും എന്ത് ചെയ്തു, ഓൾസോ ഹേർഡ് ദെയർ കോൺവെർസേഷൻ. ഷീ ഓൾസോ ബിക്കെയിം അൺകോൺഷ്യസ്. അവളും ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, വീണു. കാരണം ചാരുദത്തയുടെ വീട്ടിൽ നിന്ന് കളവ് പോയതാണെന്ന് കേട്ടപ്പോൾ. വെൻ മദനിക ബിക്കെയിം കോൺഷ്യസ് ഷീ ആസ്ക്ഡ് വെദർ ഹി ഹാംഡ് എനിവൺ ഇൻ ദ ഹൗസ്. അപ്പോൾ മദനിക ചോദിക്കുകയാണ് നിങ്ങൾ ആരെയെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്തു, ഷാർവിലക ടോൾ ദാറ്റ് ഹി ഹാംഡ് നോബഡി. വസന്തസേന ബിക്കെയിം ഹാപ്പി. അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ ആരെയും എന്ത് ചെയ്തിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ വസന്തസേനയ്ക്കും സന്തോഷമാവുകയാണ്, അതായത് തൻ്റെ ലവർ ചാരുദത്തേക്കൊന്നും പറ്റിയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ മദനിക ടോൾ ദാറ്റ് ഹി ഷുഡ് റിട്ടേൺ ദ ഓർണമെൻറ്റ്സ് ടു പറയുകയാണ് റിട്ടേൺ ടു ഓർണമെൻറ്റ്സ് ചാരുദത്ത. അപ്പോൾ മദനിക പറയുന്നു നീ ആ ഒരു ഓർണമെൻറ്റ്സ് ആർക്ക് തിരിച്ചു കൊടുക്കണം, ചാരുദത്തയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ സാർവിലക ഡിക്ലൈൻ. അറ്റ് ലാസ്റ്റ് മദനിക സജസ്റ്റഡ് ഹിം ടു ബിക്കം ദ മെസ്സഞ്ചർ ഓഫ് ചാരുദത്ത ആൻഡ് റിട്ടേൺ ദ ഓർണമെൻറ്റ്സ് ടു വസന്തസേന. അവസാനം നമ്മുടെ മദനിക പറയുകയാണ് നിങ്ങളെന്നാൽ അതെന്ത് ചെയ്യുക, വസന്തസേനയ്ക്ക് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ആരോട് പറയാം, ഇതൊക്കെ ചാരുദത്തയോട് പറയാം എന്ന് പറയുന്നു. അങ്ങനെ ഷാർവിലക ഫോളോഡ് ഹിസ് റിക്വസ്റ്റ് ഓഫ് മദനിക. He returned the ornaments to Vasantasena, and Vasantasena had heard their കോൺവെർസേഷൻ ഇൻ അഡ്വാൻസ്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവർ പോവാണ്. അപ്പോൾ അതിനു മുമ്പേ വസന്തസേന അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. ഷീ ആക്സെപ്റ്റഡ് ദ ഓർണമെൻറ്റ് ആൻഡ് റിലീസ്ഡ് മദനിക ഫ്രം ഹെർ സർവീസ് ഇൻ ദ നെയിം ഓഫ് ചാരുദത്ത. അങ്ങനെ മദനികയെ ചാരുദത്തയുടെ പേരിൽ, അതായത് ചാരുദത്തയെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, റിലീസ് ചെയ്യുകയാണ് തൻ്റെ സെർവൻ്റ് എന്ന പൊസിഷനിൽ നിന്ന്. ഷാർവിലക ആൻഡ് മദനിക അവർ യുണൈറ്റഡ്. അങ്ങനെ അവരുടെ ലവ് എന്ത് ചെയ്തു, യുണൈറ്റ് ചെയ്യപ്പെടുകയാണ്. ദേ ഗോട്ട് ദിയർ ഡെസ്റ്റിനേഷൻ. ആർക്ക്, ആ ഒരു ഷാർവിലയ്ക്കും ഷാർവിലക ആൻഡ് മദനിക എന്ന് പറയുന്ന ലവേഴ്സ് അവിടെ എന്ത് ചെയ്തു, അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. നൗ ദ ഫിഫ്ത്ത് ആക്ട്, അതിൽ നമ്മൾ കാണുന്നത് അവരുടെ ലവാണ്. വെൻ വിദൂഷക റിട്ടേൺ
necklace to Vasantasena on behalf of Charudatta. She told that she will go to meet Charudatta. അതായത് ചാരുദത്തയുടെ വൈഫിൻ്റെ നെക്ലേസ് കൊണ്ടുപോയി വസന്തസേനയ്ക്ക് കൊടുക്കുമ്പോൾ അവൾ പറയുകയാണ്, ഞാൻ ചാരുദത്തയെ കാണാൻ പോവുകയാണ്. ഇറ്റ് വാസ് എ റെയിനി ഡേ ആൻഡ് ദ വെദർ വാസ് റഫ്. ദ ക്ലൗഡ്സ് ആൻഡ് ലൈറ്റ്നിങ് വെർ ഫ്രീക്വൻറ്റ്. വസന്തസേന ഹാഡ് ഡിസൈഡ് ടു മീറ്റ് ഹർ ലവർ. അന്ന് ഒരു നല്ല മഴയുള്ള കാലമായിരുന്നു, വളരെ റഫായ ഒരു വെതറായിരുന്നു. പക്ഷെ അവൾ തീരുമാനിച്ചു തൻ്റെ ലവറിനെ കാണണമെന്ന്. ഷീ സ്കോൾഡഡ് ദ ക്ലൗഡ്സ് ആൻഡ് ദ കൺട്രോളർ ക്ലൗഡ് ഗോഡ് ഇന്ദ്ര. അന്ന് അവൾ വല്ലാതെ വഴക്ക് പറയുകയാണ്. മേഘത്തെ നിയന്ത്രിക്കുന്ന ഗോഡ് ഇന്ദ്രയെയും അവൾ വഴക്ക് പറയുകയാണ്. കാരണം തൻ്റെ ലവറിനെ കാണാൻ പോകുമ്പോൾ ഇത്രയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. ചാരുദത്ത വാസ് വെയിറ്റിംഗ് ഡെസ്പറേറ്റ്ലി ഫോർ ഹർ ബിലവഡ് ആൻഡ് ഷീ റീച്ച്ഡ് ഹോം ഓഫ് ചാരുദത്ത. ഷീ വാസ് കംപ്ലീറ്റ്ലി ഡ്രഞ്ച്ഡ്. ഷീ ചേഞ്ച്ഡ് ഹർ ക്ലോത്ത്. അവൾ നനഞ്ഞു കുളിച്ചാണ് ചാരുദത്തയുടെ വീട്ടിലെത്തുന്നത്. അങ്ങനെ അവളുടെ ക്ലോത്തൊക്കെ മാറ്റി. ദ മെയ്ഡ് ഹു ഹാഡ് അക്കമ്പനീഡ് വസന്തസേന ഷോഡ് വിദൂഷക ദ ഓർണമെൻറ്റ്സ് വിച്ച് വാസ് സ്റ്റോളൻ ഫ്രം ചാരുദത്താസ് ഹോം. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഒരു മെയ്ഡ് അവിടെയുള്ള വിദൂഷകന് എന്ത് കാണിച്ചു കൊടുക്കുകയാണ്? ആ ഒരു ഓർണമെൻറ്റ്സ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരൊക്കെ സർപ്രൈസ്ഡ് ആവുകയാണ്, ചാരുദത്തൊക്കെ. അതായത് എങ്ങനെയാ ഇത് വസന്തസേനയ്ക്ക് കിട്ടിയെന്ന്. അങ്ങനെ നമ്മുടെ ഈ ഒരു ആക്ട് വളരെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ചാരുദത്ത ആൻഡ് വസന്തസേന ദേ വെർ എംബ്രൈസ്ഡ് ഈച്ച് അതർ. ഓക്കെ, നൗ ദ 6th ആക്റ്റാണ്. ഈ 6th ആക്റ്റിൽ നമ്മൾ കാണുന്നത് എന്താണ്? 6th ആക്റ്റിൽ റോഹസേന എന്ന് പറയുന്ന നമ്മുടെ സൺ ആരുടെ? ചാരുദത്തയുടെ കാണുകയാണ്. ആൻഡ് ഹി വാസ് ദ സൺ ഓഫ് ചാരുദത്ത. വസന്തസേന സ്റ്റേഡ് ഇൻ ദ ഹൗസ് ഓഫ് ചാരുദത്ത. ഇപ്പോൾ ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത്? ചാരുദത്തയുടെ. അങ്ങനെ അവളെ മകനെ കാണുകയും അവൾ തൻ്റെ കയ്യിലുള്ള ദുത്ത എന്ന് പറയുന്ന ചാരുദത്തയുടെ വൈഫിൻ്റെ നെക്ലേസ് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ നോക്കുകയാണ്. പക്ഷേ ദുത്ത പറയുന്നു അത് നിങ്ങൾ എടുക്കണമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് റോഹസേന ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ വസന്തസേന ഷി വാണ്ടഡ് ടു നോ ദ റീസൺ ബിഹൈൻഡ് ഹിസ് ക്രൈ. രതനിക ടോൾ ദാറ്റ് ഹി വാസ് ക്രൈങ് ഫോർ ഗോൾഡൻ കാർട്ട്. അപ്പോൾ രതനിക വന്നിട്ട് പറയുകയാണ്, അയാൾ കരയുന്നത് അവൾക്ക് എന്ത് വേണം? അവനൊരു ഗോൾഡൻ കാർട്ട്, സ്വർണത്തിൻ്റെ ഒരു വണ്ടി വേണ്ടിയിട്ടാണ് അവൻ കരയുന്നത്. കാരണം ഗോൾഡൻ കാർട്ട് ഈസ് ബിലോങ് ടു ഹിസ് നൈബേഴ്സ് സൺ. അതായത് അയൽവാസിയായ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ഗോൾഡൻ കണ്ടിട്ടുണ്ട്? വണ്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് അവന് കരയുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ റോഹസേന എൻ്റെ കയ്യിലുള്ളത് ക്ലേ കാർട്ടാണ്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കാർട്ടാണ്. അപ്പോൾ അതിൽ വളരെ സങ്കടത്തിലാണ് അവനുള്ളത്. അപ്പോൾ വസന്തസേനക്ക് എന്ത് ചെയ്തു? ഷി വാസ് ഡീപ്ലി ടച്ച്ഡ് ബൈ ദിസ് പോവേർട്ടി ഓഫ് ദ ബോയ്. അപ്പോൾ തൻ്റെ ആ ഒരു കുട്ടിയുടെ ദാരിദ്ര്യം കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നുകയും അവൾ എന്ത് ചെയ്തു? ആ ഒരു ഓർണമെൻറ്റ്സ് ആർക്ക് കൊടുക്കുന്നു? റോഹസേനയ്ക്ക്. എന്നിട്ട് ടോൾ ഹിം ടു മേക്ക് ഗോൾഡൻ കാർട്ട്. എന്നിട്ട് പറയുകയാണ് തൻ്റെ ഗോൾഡ് കൊണ്ട് എന്തുണ്ടാക്കിക്കൊള്ളാൻ? കാർട്ട് ഉണ്ടാക്കിക്കൊള്ളാൻ പറയുകയാണ്. അങ്ങനെ ആദ്യം ഹി റെഫ്യൂസ് ടു ടേക്ക് ഇറ്റ് ബിക്കോസ് വസന്തസേന വാസ് ക്രൈങ്. വസന്തസേന പ്രോമിസ് ദ ബോയ് ദാറ്റ് ഷി വിൽ നോട്ട് ക്രൈ. അപ്പോൾ വസന്തസേന കരയുന്നത് കണ്ടപ്പോൾ കുട്ടി എന്ത് ചെയ്തു? അത് വാങ്ങാൻ തയ്യാറായില്ല. കാരണം വസന്തസേന അവളുടെ ആ ഒരു പോവേർട്ടി കണ്ടപ്പോഴാണ് കരയുന്നത്. പക്ഷെ കുട്ടി അത് കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നു? മടി കാണിക്കുകയും പിന്നെ വസന്തസേന നിർബന്ധിച്ചപ്പോൾ അത് വാങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ 7th ആക്റ്റിൽ വളരെ കോംപ്ലക്സ് ആയ ഒരു ആക്റ്റാണ്. അവിടെ കാണുന്നത് വസന്തസേന വാസ് ഇൻവൈറ്റഡ് ബൈ ചാരുദത്ത ടു എൻ ഓൾഡ് ഗാർഡൻ പുഷ്പ പകർണ്ടക. അതായത് ഒരു ഓൾഡ് ഗാർഡനിലേക്ക് എന്ത് ചെയ്യുകയാണ്? വസന്തസേനയെ ചാരുദത്ത ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാരേജ് ഡ്രൈവർ ബ്രിങ് വസന്തസേന ടു ദ ഓൾഡ് ഗാർഡൻ, ആ ഒരു പഴയ ഗാർഡനിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ അവിടത്തേക്ക് ഷാഗരയും ഓൾസോ കോൾ സ്തവർഗ ഹിസ് കാരേജ് ഡ്രൈവർ ടു കം ടു ദ ഓൾഡ് ഗാർഡൻ. അവിടത്തേക്ക് നമ്മുടെ അവരുടെ ലവ് ത്രെറ്റ് ചെയ്യുന്ന സംസ്ഥാനക അല്ലെങ്കിൽ സാഗര എന്ന് പറയുന്ന ആളും അവിടത്തേക്ക് എത്തുകയാണ്. ഓക്കെ, അങ്ങനെ ഓൾഡ് ഗാർഡൻ വളരെ ഒരു ബിഗ് ഗാർഡനാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആര്യക എന്ന് പറയുന്ന ഒരാൾ പ്രിസണിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവിടെ എത്താണ്. ഓക്കെ, അദ്ദേഹത്തിന് ഒരു അയേൺ ഫെറ്റേഴ്സ് ഓൺ ഹിസ് ഫീറ്റ്. അതുകൊണ്ട് തന്നെ അയാളുടെ കാലുകളിൽ എന്തുണ്ടായിരുന്നു? ഒരു അയേൺ ഫെറ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ 1 സെക്കൻഡ് ഇതിൽ, കാരണം ഇത് വലിയൊരു കൺഫ്യൂഷനായിട്ടുള്ള ഒരു പ്ലേ ആട്ടോ. അപ്പോൾ അതായത് അയാൾ ചങ്ങല എന്ന് തന്നെയാണ്. അയാൾ എവിടെ നിന്ന് വന്നതുകൊണ്ട് തന്നെ
പ്രിസണിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ആര്യക എന്ന് പറയുന്ന ആളുടെ കയ്യിൽ കാലിന് എന്തുണ്ടായിരുന്നു, ചങ്ങല ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുകയാണ്, വർദ്ധമാനക ആ സമയത്ത് എന്ത് ചെയ്യുകയാണ്, വർദ്ധമാനക എന്ന് പറഞ്ഞാൽ ആരാണ്, ചാരുദത്തയുടെ കാരേജ് ഡ്രൈവറാണ്. അയാൾ വണ്ടിയുടെ കുഷ്യൻ എടുക്കാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഹി വെൻറ്റ് ടു ബ്രിങ് ദ കുഷ്യൻ. ഓക്കെ, ആൻഡ് ഹി പാർക്ക് ദ കാരേജ് നിയർ ചാരുദത്താസ് ഹോം ആൻഡ് ദ ഫ്യൂഗിറ്റീവ് ആര്യക ടുക്ക് ദ സീറ്റ് ഇൻസൈഡ് ദ കാരേജ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ സമയത്ത് ഇയാൾ കുഷ്യൻ എടുക്കാൻ പോവുകയും അയാൾ അതെടുക്കാൻ വേണ്ടി പോയപ്പോൾ ചാരുദത്തെ വീട്ടിൻ്റെ അടുത്ത് ഈ വണ്ടി നിർത്തുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ ആര്യക എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ആരും കാണാതെ ആ കാരേജിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ വർദ്ധമാനക വിചാരിച്ചു അത് വസന്തസേനയാണ് അതിലിരിക്കുന്നത് അല്ലേ, ബിക്കോസ് ഓഫ് ദ സൗണ്ട് ഓഫ് ദി അയേൺ ഫെറ്റേഴ്സ്. കാരണം ആ കാരേജ് ഡ്രൈവർ വന്നപ്പോൾ അതിൽ നിന്നിങ്ങനെ ചങ്ങലയുടെ ശബ്ദം കേട്ടു. അപ്പം വിചാരിച്ചു അത് ആരുടെ ഇതാണ്, പാദസരത്തിൻ്റെ ശബ്ദമാണ്, വസന്തസേനയുടെ. അപ്പോൾ അവളെ അതിൽ വന്നിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഹി ലെഫ്റ്റ് ദ പ്ലേസ്, അയാൾ പോവാണ്. അപ്പോൾ ആ സമയത്ത് വസന്തസേന എന്ത് ചെയ്യുകയാണ്, ബൈ മിസ്റ്റേക്ക് ആരുടെ കാരേജിലാണ് കയറുന്നത്, അതായത് വസന്തസേന ടുക്ക് ഹർ സീറ്റ് ഇൻ ദ കാരേജ്. അതായത് അവൾ വിചാരിച്ചു ചാരുദത്ത പറഞ്ഞയച്ച വണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് ആരുടെ, ശേഖരയുടെ വണ്ടിയിൽ കയറുകയാണ്. ഓൾസോ പാർക്ക്ഡ് നിയർ ചാരുദത്താസ് ഹോം. ചാരുദത്തയുടെ വീട്ടിനടുത്ത് നിർത്തിയിരുന്നു ആരുടെ, സാഗരയുടെ കാരേജും. അങ്ങനെ രണ്ട് കാരേജും എന്ത് ചെയ്തു, റീച്ച്ഡ് ടു ദെയർ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻ. കാരേജ് ക്യാരിഡ് ആര്യക was stopped by Chandanaga and Veeraga, another army officer, was present. Chandanaga investigated the carriage and he helped Aryaka to escape. He fled from the place and Aryaka reached to Charudatta. അപ്പോൾ ചാരുദത്ത helped Aryaka in every possible way. On the other hand, Vasantasena reached to Shagara and unseen troubles were waiting for her. അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ അവിടെ വീരക എന്ന് പറയുന്നൊരു ആർമി ഓഫീസർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആര്യകയെ അവസാനം എന്ത് ചെയ്യുകയാണ്, അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചാരുദത്ത. ഓക്കെ, അതായത് പോലീസ് ഓഫീസേഴ്സിൻ്റെ പിടിയിൽ നിന്ന് ആരെ രക്ഷപ്പെടുത്തി, ചാരുദത്ത, ആര്യക എന്ന് പറയുന്ന പ്രിസറിനെ. പക്ഷേ അതേ അവസരത്തിൽ വസന്തസേന എവിടെ എത്തുന്നത്, ശേഖരയുടെ അടുത്താണ് എത്തുന്നത്. അപ്പോൾ അവൾക്ക് വലിയൊരു ട്രബിൾസിലേക്കാണ് അവൾ എത്തുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് എട്ടാമത്തതിൽ അവിടെ വല്ലാത്ത ഒരു ഗൂഢാലോചനകൾ നടക്കുകയാണ്. ശേഖര ആരെ കൊല്ലാൻ തീരുമാനിക്കുന്നു, വസന്തസേനയെ. അങ്ങനെ വസന്തസേന ആരുടെ മുന്നിലെത്തുന്നു, ശേഖരയുടെ മുന്നിലെത്താണ്. അപ്പോൾ ശേഖര വളരെ സന്തോഷത്തിലാണുള്ളത്. ആൻഡ് അയാൾ വിചാരിച്ചു വസന്തസേന എന്നെ കാണാൻ വേണ്ടി തന്നെ അതായത് അവൾ അയാളുടെ വണ്ടി കയറി വരികയാണല്ലോ. അപ്പോൾ അവൻ വിചാരിച്ചു അവൾ സ്വയം എന്ത് ചെയ്തതാണ്, തൻ്റെ വണ്ടിയിൽ വന്ന് കയറിയതാണെന്നുള്ള സന്തോഷത്തിലാണുള്ളത്. അങ്ങനെ അയാളുടെ ഫോളോവർ വിത വാസ് സർപ്രൈസ് ടു സീ വസന്തസേന. ആൻഡ് ആ സമയത്ത് വസന്തസേന തൻ്റെ ട്രൂത്ത് വിതയോട് പറയുകയാണ്. അപ്പോൾ അവൾ റിക്വസ്റ്റ് ചെയ്തു പ്രൊട്ടക്ഷൻ അല്ലേ. അങ്ങനെ ശേഖര എക്സ്പ്രസ് ഹിസ് ലവ് ടു വസന്തസേന. അപ്പോൾ ശേഖർ എന്ത് ചെയ്തു, തൻ്റെ ലവ് വസന്തസേനയോട് പറയുകയാണ്. But she did not respond it. He came to know from Cheta that because of the exchange of carriage she came to her place. പിന്നെ അയാൾ അറിയുകയാണ്, ശേഖര അറിയുകയാണ് അവൾ ബൈ മിസ്റ്റേക്കാണ് ഇവിടെ എത്തിയത് എന്നും she had come to meet her lover ചാരുദത്ത. തൻ്റെ ലവർ ചാരുദത്തെ കാണാൻ വേണ്ടി അവൾ പോവുകയായിരുന്നു എന്നൊക്കെ ആര് മനസ്സിലാക്കുന്നു, ശേഖര. ആൻഡ് വസന്തസേന ഹ്യൂമിലിയേറ്റഡ് ഹിം ബൈ പുഷിങ് ഹർ ഫീറ്റ് ഓൺ ഹിസ് ഹെഡ് വെൻ ഹി വാസ് ലൈയിങ് ഫ്ലാറ്റ് ആൻഡ് പ്രേയിങ് ടു ആക്സെപ്റ്റ് ഹിസ് ലവ്. അപ്പോൾ അയാളിങ്ങനെ മുട്ടുകുത്തിയിരുന്ന് തൻ്റെ ലവ്, തൻ്റെ സ്നേഹം അവളെ മുന്നിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ വസന്തസേന അയാളെ ഇൻസൾട്ട് ചെയ്യാണ്. എങ്ങനെ, തൻ്റെ കാലുകൊണ്ട് ആരെ ചവിട്ടുകയാണ്, ആരുടെ തല, ശേഖരയുടെ. അങ്ങനെ ഹി ഡിസൈഡഡ് ടു കിൽ വസന്തസേന. ഹർ പെർസ്വേഡഡ് വിത ആൻഡ് ചേട്ട ടു കിൽ ഹർ അല്ലേ. അങ്ങനെ അവൾക്കില്ല പോവാണ്. അങ്ങനെ എന്ത് ചെയ്തു, അറ്റ് ലാസ്റ്റ് ശേഖര എവിടെ പോയി, decided to kill himself.
both of them declare. At last Shegara decided to kill himself and he sent both Vita and Cheta away. He seized her neck to stop her breath. അങ്ങനെ അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലുകയാണ്. ഷീ ഫോൾ ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ അവൾ താഴേക്ക് വീഴുകയും ഷീ ലൈഡ് അൺകോൺഷ്യസ്ലി ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ ബോധം പോയി അവൾ എവിടെ വീഴാണ്? ഗ്രൗണ്ടിലേക്ക് വീഴുകയാണ്. ഓക്കെ, ആൻഡ് ഹെർ ബോഡി വാസ് കവേർഡ് വിത്ത് ഡ്രൈ ലീവ്സ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അവളുടെ ഡെഡ് ബോഡി ഡ്രൈ ലീവ്സ് കൊണ്ട് മൂടപ്പെടുകയാണ്. ദ ബുദ്ധിസ്റ്റ് mendicant passed the away and he saw the body covered with the leaves and he removed the leaves from the body of the Vasanthasena. He recognized the lady from her hand. അപ്പോൾ അവിടെ അതിലൂടെ പോകുന്ന ഒരു സന്യാസി ആരെ കാണുകയാണ്? ഈ ഒരു ബോഡി കാണുന്നു. അയാൾ അതൊക്കെ നീക്കി ആരെ ഐഡൻറ്റിഫൈ ആണ്? വസന്തസേനയെ. ദ ബുദ്ധിസ്റ്റ് mendicant was സംവാഹക. ഹി കൺസിഡേർഡ് വസന്തസേന ആസ് ഹിസ് സേവിയർ. അപ്പോൾ അവിടെ വരുന്നത് സംവാഹക എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, അയാൾ നമ്മുടെ പണ്ട് ആര് മോചിപ്പിച്ച ഒരു ഗാംബ്ലർ ആയിരുന്നു. വസന്തസേന മോചിപ്പിച്ച ഒരു ഭിക്ഷുവായി മാറി, അതായത് സന്യാസിയായി മാറിയ ഒരാളാണ് സംവാഹക. അപ്പോൾ അയാൾ ആരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു? നമ്മുടെ വസന്തസേനയെ. അപ്പോൾ ഹി കൺസിഡേർഡ് ഹർ ആസ് ഹിസ് സേവിയർ, തന്നെ രക്ഷിച്ചവളാണെന്ന് മനസ്സിലാക്കുകയാണ്. ആൻഡ് നൗ ഷീ റിട്ടൈൻഡ് ഹെർ കോൺഷ്യസ്നെസ്, അല്ലേ? ഷീ ഡിമാൻഡ് വാട്ടർ. അങ്ങനെ വസന്തസേനയ്ക്ക് എന്ത് വരികയാണ്? ബോധം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ആൻഡ് water was given by the bhikshu from his wet cloth and he took Vasanthasena to safe place. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ആ ഭിക്ഷു, അല്ലേ, അയാളുടെ വെറ്റ് ക്ലോത്തിൽ നിന്ന് വെള്ളം കൊടുക്കുകയും അവളെ ഒരു സേഫ് പ്ലേസിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് നൗ ദ 9th ആക്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിലൊരുപാട് സസ്പെൻസ് നമുക്ക് കാണാം. അപ്പോൾ ശേഖര വിചാരിച്ചു ഹാഡ് കിൽഡ് വസന്തസേന. ഷി വാസ് ലൈയിങ് അൺകോൺഷ്യസ് ഓൺ ദ ഗ്രൗണ്ട്. ഇൻഫാക്ട് ഷി വാസ് സേവ്ഡ് ബൈ ദ ഭിക്ഷു ഹു ഹാഡ് കം ടു വാഷ് ഹിസ് ക്ലോത്ത് ഇൻ ദ പോണ്ട്. ഹി ടുക്ക് വസന്തസേന അലോങ് വിത്ത് ഹിം. സത്യത്തിൽ അയാൾ വിചാരിച്ചു അവൾ മരിച്ചു കഴിഞ്ഞു. പക്ഷേ ശരിക്ക് അയാളെ ഈ ഭിക്ഷു എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊണ്ടുപോയി അവളെ സേവ് ചെയ്ത് അവളെ എവിടത്തേക്ക്? ഒരു പോണ്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു. എന്നിട്ടോ ശേഖര റിക്വസ്റ്റഡ് വിത ആൻഡ് ചേട്ട ടു ടേക്ക് ദ ബ്ലെയിം അപ്പോൺ ദം ഫോർ കില്ലിങ് വസന്തസേന. അപ്പോൾ അയാൾ തൻ്റെ അവിടെയുള്ള സെർവൻസിൻ്റോട്, തൻ്റെ ഹെൽപ്പേഴ്സിൻ്റോട് പറയുകയാണ്, നിങ്ങൾ ഏറ്റെടുക്കണം വസന്തസേനയെ കൊന്ന ആ ഒരു ഇത്. ഹി പ്രോമിസ് ദം ടു ഗിവ് മണി ആൻഡ് മെറ്റീരിയൽ ബെനിഫിറ്റ്, നിങ്ങൾക്കൊക്കെ പണം തരും എന്നൊക്കെ ഓഫർ ചെയ്യുകയാണ്. ദ ഡിഡ് നോട്ട് എഗ്രി. പക്ഷെ അവർ തയ്യാറാവുന്നില്ല ആ ഒരു കുറ്റമേറ്റെടുക്കാൻ. വിത ലെഫ്റ്റ് ശേഖരാസ് കമ്പനി. ശേഖര അറസ്റ്റഡ് ചേട്ട. അപ്പോൾ വിത അവിടുന്ന് പോവുകയും ചേട്ടയെ അയാൾ അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്യാണ്. ഹി കെയിം ടു ദ കോർട്ട് ആൻഡ് ഫയൽഡ് ദ കേസ് അഗെയിൻസ്റ്റ് ചാരുദത്ത. അങ്ങനെ അയാൾ കോർട്ടിലെത്തി ചാരുദത്തക്കെതിരെ കേസ് ഫയൽ ചെയ്യാണ്. ഹി വാണ്ടഡ് ടു ഫ്രെയിം ചാരുദത്ത ഫോർ കില്ലിംഗ് ഓഫ് വസന്തസേന. എന്നിട്ട് ചാരുദത്തക്കെതിരെ ആരുടെ മരണത്തിന്? വസന്തസേനയെ കൊന്നതിന് അയാൾ ബ്ലെയിം ചെയ്യുകയാണ്. ഓക്കെ, അയാൾ പറയുകയാണ് ചാരുദത്ത കിൽഡ് ഹിം ഫോർ മണി ആൻഡ് വെൽത്ത്. പണത്തിനും വെൽത്തിനും വേണ്ടി അയാൾ കൊന്നു. ആര്? ചാരുദത്ത കൊന്നു എന്ന് പറയാണ്. ആൻഡ് അയാൾ വിചാരിച്ചു ചാരുദത്ത ഒരു പുവർ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ പീപ്പിൾ വിൽ ആക്സെപ്റ്റ് ദിസ് അലിഗേഷൻ അഗെയിൻസ്റ്റ് ഹിം, അല്ലേ? അങ്ങനെ അയാൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ശേഖര അല്ലെങ്കിൽ സംസ്ഥാനക ആർക്കെതിരെ കേസ് കൊടുക്കുന്നത്? ചാരുദത്തക്കെതിരെ. പക്ഷേ ജനങ്ങൾ, ഉജ്ജയിനിലുള്ള ജനങ്ങൾക്ക് ദേ ഹാഡ് എ ഡീപ്പ് ഫെയ്ത്ത് ഇൻ ഓൺ ചാരുദത്ത. അങ്ങനെ ദ കോർട്ട് ഇനീഷ്യലി ഡിഡ് നോട്ട് ബിലീവ് the Shagara and one statement of Veeraga completely changed the course of the case. ആ സമയത്ത് വീരക അവിടത്തേക്ക് വരികയാണ്. He had not seen Vasanthasena but he told that the carriage of Charudatta carried her to the garden Pushpagaranda. അതായത് ആ സമയത്ത് നമ്മുടെ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ വസന്തസേന, ആരാണത്? ക്യാരേജ് ഡ്രൈവറാണ്. അയാൾ വന്ന് പറയുന്നു വസന്തസേനയെ എന്താണ് ഞാൻ കണ്ടിട്ടില്ലെന്നും പക്ഷേ ചാരുദത്തയുടെ ക്യാരേജ് എന്ത് ചെയ്തിട്ടുണ്ട്? ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ടെന്നും പറയുകയാണ്. അപ്പോൾ അതിൽ ആരായിരുന്നു? ആര്യ വാസ് ക്യാരിഡ് ഇൻ ദ ക്യാരേജ് ഓഫ് ദി വർദ്ധമാനക ബട്ട് ചാരുദത്ത വാസ് അണാബിൾ ടു സ്പീക്ക് ട്രൂത്ത് ബിക്കോസ് ആര്യക വാസ് എ ഫ്യുഗിറ്റീവ്. അതായത് അപ്പോൾ അതിൽ ആര്യകയായിരുന്നു ഉള്ളത് എന്ന് ചാരുദത്തക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം അയാളൊരു കുറ്റവാളിയാണ്. ടു ഹെൽപ്പ് ആര്യക വുഡ് ലീഡ് അനദർ കേസ് ഓഫ് ദ ട്രീസൺ. അപ്പോൾ അതിൽ ആര്യക ഉള്ളത് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു കേസായി മാറും. ഓക്കെ, അപ്പോൾ ഹി കൺവിക്റ്റഡ് ബൈ ദ ജഡ്ജ് ആൻഡ് കിങ് പാലക ഡെലിവേർഡ് ഡെത്ത് സെൻറ്റൻസ്
ചാരുദത്ത വിത്തൗട്ട് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. അതായത് ചാരുദത്തയുടെ വണ്ടി എവിടെ എത്തിയിരുന്നു എന്നത്, ആ ഒരു ഗാർഡനിൽ എത്തിയിരുന്നു എന്നത്. പക്ഷെ അതിൽ വസന്തസേനയല്ല ഉള്ളത്, ആര്യകയാണ് ഉള്ളത് എന്ന് ആർക്ക് പറയാൻ പറ്റുന്നില്ല, ചാരുദത്തക്ക്. അങ്ങനെ അയാൾ എന്താ ചെയ്യാണ്, കേസിന് ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് അപ്പം നമ്മൾ നൗ ദ 10th ആക്റ്റാണ് ഇവിടെ കാണുന്നത്. സസ്പെൻസാണ്. എന്താണ്, ചാരുദത്ത ക്രിമേഷൻ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ആൻഡ് ഹി വാസ് അക്കംപൈൻഡ് ബൈ 2 ചാൻഡൽസ്. ദേ ഹാഡ് സോഡ് ഇൻ ദെയർ ഹാൻഡ്. ശകര വാസ് വെരി ഹാപ്പി. ഹി തോട്ട് ദാറ്റ് ഹി ഹാഡ് കിൽഡ് വസന്തസേന. നൗ ചാരുദത്ത വിൽ ബി കിൽഡ്. അല്ലേ, അങ്ങനെ അയാൾ വിചാരിച്ചു വസന്തസേന കൊന്നു, ഇനി ചാരുദത്തയും ഇപ്പം കൊല്ലപ്പെടും എന്നൊക്കെ വിചാരിക്കണം. ദ ഫേസ് ഓഫ് ചാരുദത്ത വാസ് കളേർഡ് റെഡ്. ഹി വാസ് ഗാർലൻഡ് വിത്ത് കാർവിറ ഫ്ലവേഴ്സ് ആൻഡ് ഹി റിസംബിൾഡ് വിത്ത് ആനിമൽ ടേക്കൺ ഓഫ് സാക്രിഫൈസ്. അതായത് അയാളെ കൊല്ലാൻ കൊണ്ടുപോവാണ്. ചാരുദത്ത റിക്വസ്റ്റഡ് ടു ചാൻഡൽസ് ടു ഗിവ് ഹിം പെർമിഷൻ ടു ടോക്ക് വിത്ത് ഹിസ് സൺ. അപ്പോൾ നമ്മുടെ ചാരുദത്ത അവരോട് പറയുകയാണ് തൻ്റെ മകൻ്റോടൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം തനിക്ക് ഉണ്ടാക്കി തരണമെന്ന്. ഹി ഹാഡ് ഇമോഷണൽ മീറ്റിംഗ് വിത്ത് ഹിസ് സൺ റോഹ്സന ആൻഡ് ഹിസ് ഫ്രണ്ട് മൈത്രേയ. അവരങ്ങനെ മകൻ്റോട് സംസാരിക്കുകയാണ്. ദുത്ത ഹിസ് വൈഫ് ഹാഡ് ഓൾസോ പ്ലാൻ ടു എൻഡ് ഹെർ ലൈഫ് ബൈ ഡൂയിങ് സെൽഫ് ഇമോലേഷൻ. ആ സമയത്ത് അയാളുടെ വൈഫും തീരുമാനിക്കുകയാണ് ഞാനും എന്ത് ചെയ്യും, സ്വയം എന്ത് ചെയ്തിട്ട് മരിച്ച്, അല്ലേ, അവളും എന്ത് ചെയ്യും, മരിക്കാൻ പോവാണ്, തൻ്റെ ഹസ്ബൻഡ് മരിക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാ ജനങ്ങളും എന്ത് ചെയ്തു, ഹാഡ് ഗ്യാതേർഡ് ദ ബോത്ത് സൈഡ് ഓഫ് ദ റോഡ് ടു ടേക്ക് ദ ലാസ്റ്റ് ഗ്ലിംസ് ഓഫ് ചാരുദത്ത. അതായത് ചാരുദത്തയെ കാണാൻ വേണ്ടി എല്ലാവരും അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ടോ ചാരുദത്ത എന്ത് ചെയ്യാണ്, വസന്തസേനയെ കൊന്നതിന് പണിഷ്മെൻറ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് വസന്തസേന എവിടെയുള്ളത്, റെഫ്യൂജി ഇൻ ദ പ്ലേസ് ഓഫ് ഭിക്ഷു. അല്ലേ, അവിടെ ഒരു ഭിക്ഷുവിടെ അടുത്താണ് അയാളുള്ളത്. അങ്ങനെ ഷി ആസ്ക് ദ റീസൺ ഓഫ് ദിസ് ക്ലാമർ ഓൺ ദ ഹൈവേ. ഷി വാസ് ഇൻഫോംഡ് ദാറ്റ് ചാരുദത്ത വാസ് ടേക്കൺ ഫോർ കില്ലിങ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കിവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ അറിയുകയാണ് ചാരുദത്തയെ കൊല്ലാൻ പോവുകയാണെന്ന്. ദ ചാർജ് അഗെയിൻസ്റ്റ് ചാരുദത്ത വാസ് ദാറ്റ് ഹി ഹാഡ് കിൽഡ് വസന്തസേന ആൻഡ് വസന്തസേന വാസ് സർപ്രൈസ്ഡ്. അപ്പോൾ വസന്തസേനയെ കൊന്നതിന് അയാളെ എന്ത് ചെയ്യാൻ പോവാണ്, കൊല്ലാൻ പോവാണെന്ന് പറയുന്നു. ഷി വാസ് അലൈവ്. ഷി began to run to cremation ground to save the life of Charudatta. She was accompanied by Bhikshu. The Chandals had made all arrangement to kill Charudatta. He was lying flat on the bare ground. One of the Chandals used his sword to hit his body. Surprisingly, the sword did not fall on the body of Charudatta but on the opposite direction. അങ്ങനെ അയാൾ വാളെടുത്ത് വെട്ടാൻ പോകുമ്പോൾ അതെന്ത് ചെയ്യുകയാണ്, അവൾ ഗ്രൗണ്ടിൽ പോയാണ് തട്ടുന്നത്. വസന്തസേന റീച്ച്ഡ് ദ സ്പോട്ട്. അപ്പോഴത്തേക്കും വസന്തസേന അവിടെ എത്തി. And this gave a new release of the life to the Charudatta. Vasandasena touched the breast of Charudatta and started crying. അല്ലേ, അങ്ങനെ അയാളെ പിടിച്ച് ആര് കരയാൻ തുടങ്ങുകയാണ്, വസന്തസേന കരയാൻ തുടങ്ങുകയാണ്. ദിസ് വാസ് എൻ ഇമോഷണൽ യൂണിയൻ ഓഫ് ദ ലവർ ആൻഡ് ബിലവഡ്. ചാരുദത്ത വാസ് ബ്രോട്ട് ബാക്ക് ടു ലൈഫ് ഫ്രം ദ ജോസ് ഓഫ് ദ ഡെത്ത്. അങ്ങനെ മരണത്തിൽ നിന്ന് ആര് രക്ഷപ്പെടുന്നു, ചാരുദത്ത. ദ ചാൻഡൽ സ്റ്റോപ്ഡ് ദെയർ വർക്ക്. ഇൻ ദ മീൻ ടൈം കിങ് പാലക വാസ് കിൽഡ് ബൈ ആര്യക. ആ സമയത്ത് ആര്യക എന്ത് ചെയ്യുകയാണ്, ആരെ കൊല്ലുകയാണ്, നമ്മുടെ കിങ് പാലക്കയെ കൊല്ലുകയാണ്. അയാളുടെ ടൈറനിക്കൽ റൂൾ എൻഡഡ്. അയാളുടെ ഈ ഒരു ക്രൂരമായ എന്ത് ചെയ്യാണ്, റൂൾ അവിടെ എൻഡ് ചെയ്യാണ്. അങ്ങനെ ശേഖര വാസ് ടേക്കൺ ആസ് എ പ്രിസണർ. പിന്നെ ശേഖരയെ പ്രിസണറായിട്ട് എന്ത് ചെയ്യാണ്, കൊണ്ടുപോവുകയാണ്. ആൻഡ് ആര്യക ബിക്കെയിം ദ കിങ്. ആരായി മാറുകയാണ്, ആര്യക കിങ്ങായി മാറുകയാണ്. ഹി ബെസ്റ്റോഡ് ദ കിങ്ഡം ഓഫ് ദി കുസ്വതി ടു ചാരുദത്ത. അയാൾ തൻ്റെ കിങ്ഡം ഓഫ് കുസ്വതി ആർക്ക് കൊടുക്കുകയാണ്, ചാരുദത്തയ്ക്ക് കൊടുക്കുകയാണ്. ചാർവിലക ബിക്കെയിം ഹിസ് അഡ്വൈസർ. അതിൽ ചാർവിലക ആരുടെ അഡ്വൈസറായി മാറുകയാണ്, ചാരുദത്തയുടെ. ചന്ദനക വാസ് റിവാർഡഡ് ആസ് ദ സിറ്റി മജിസ്ട്രേറ്റ്. ചന്ദനക്ക് എന്ത് കൊടുക്കുകയാണ്, സിറ്റി മജിസ്ട്രേറ്റ് ആവുന്നു. ആൻഡ് ഭിക്ഷു വാസ് മെയ്ഡ് ദ ചീഫ് ഓഫ് ഹിസ് റിലീജിയൻ. അല്ലേ, ആൻഡ് ചാൻഡൽ വാസ് ഓൾസോ മെയ്ഡ് ചീഫ് ഇൻ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇത് കിട്ടുന്നു. വസന്തസേന ഹാസ് ഗിവൺ ദ സ്റ്റാറ്റസ് ഓഫ് ദ വൈഫ് ഓഫ് ചാരുദത്ത ബൈ ദ കിങ്. രാജാവ് അവളെ എന്ത് ചെയ്യുന്നു, ചാരുദത്തയുടെ വൈഫാക്കാണ്. ആൻഡ് ദ ലൈഫ് ഓഫ് ദ ദുത്ത വാസ് സേവ്ഡ് ബൈ ചാരുദത്ത. ദുത്തയെയും അയാൾ രക്ഷിക്കുകയാണ് ചാരുദത്ത. ശേഖര ഫോൾ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ചാരുദത്ത ആൻഡ് റിക്വസ്റ്റഡ് ഫോർ ഹിസ് പ്രൊട്ടക്ഷൻ. ചാരുദത്ത ഗേവ് ഹിം പ്രൊട്ടക്ഷൻ. അങ്ങനെ ചാരുദത്ത വാസ് യുണൈറ്റഡ് വിത്ത് ഹിസ് സൺ ആൻഡ് വൈഫ് ആൻഡ് ഫ്രണ്ട്സ്. ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ ചാരുദത്ത വർ സേഫ് ആൻഡ് ഹെൽത്തി. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലാവുന്നു. അങ്ങനെ നമ്മുടെ ശേഖര അയാളോട് മാപ്പ് അപേക്ഷിക്കുന്നു. അങ്ങനെ
അയാൾ എന്ത് ചെയ്യുന്നു, മാപ്പ് നൽകുകയും പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ അയാൾ തൻ്റെ മകനുടെയും ഭാര്യയുടെ ഒക്കെ ഒപ്പം ഒരു ഹാപ്പി ലൈഫ് ജീവിക്കാൻ. അതാണ് പ്ലേ. ഓക്കെ.